വേദിയിലെത്തുന്നു ലെറ്റർ ഐ. വിഷയം പള്ളിദർസുകൾ വിജ്ഞാന ലോകത്തിന്റെ മത്സര കേന്ദ്രങ്ങൾ. ശ്രദ്ധിക്കുക. ഈ സോൺ ആൻഡ് എഫ് സോൺ പ്രധാന വേദിയിൽ ഉടൻ ആരംഭിക്കുന്നു. മത്സരാർത്ഥികളിൽ പ്രധാന വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ പ്രിയ ഗുരുവർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിദർസുകൾ വിജ്ഞാനത്തിൻ്റെ വത്സര കേന്ദ്രം എന്നതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നി മൗലവിമാരുടെ ഏറെ സങ്കുചിതവും കേന്ദ്രീകൃതവുമായ പഠനം അവരെ തികച്ചും അർപ്പണബോധമുള്ളവരും കാര്യക്ഷമമുള്ളവരുമാക്കി മാറ്റുന്നു. പ്രശസ്ത എഴുത്തുകാരനായ റോളഡ് ഇ കില്ലറിന്റെ വാക്കുകളാണിവ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രകാശം പരത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഒന്നാണ് പള്ളി ദർസുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ആവശ്യമായ കഴിവും അറിവുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിലും പള്ളി ദർസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ നിസ്തുല്യ മേഖലകളിലും ഗണ്യമായ സംഭാവന നൽകിയവരിൽ അധികവും പള്ളി ദർസിന്റെ സന്തതികളാണെന്ന് ചരിത്രം വിളിച്ചോതുന്നുണ്ട്. പ്രധാനമായും കേവല അധ്യാപന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പള്ളി ദർസിന്റെ പാരമ്പര്യമുള്ളത്. അത്തരത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് പ്രാരംഭം കുറിച്ച അഹ്ലു സുഫ പരമ്പരാഗതമായി ഇന്നും കൈമാറ്റ പ്രക്രിയയിൽ ശോഭിച്ചു നിൽക്കുന്നുണ്ട്. ഇവിടെ പള്ളി ദർസിന്റെ ജ്ഞാന കൈമാറ്റം എന്ന് പറയുന്നത് വളരെയധികം സവിശേഷതകൾ നിറഞ്ഞതാണ്. പ്രധാനമായും ഗുരു തന്നെയാണ് പള്ളി ദർസിന്റെ മുഖ്യ ഘടകമെന്ന് നമുക്ക് അനുമാനിക്കാം. അംഗീകൃത ഗുരുമുഖങ്ങൾ വഴി കണ്ണിമുറിയാതെ കൈമാറി വന്ന ഇസ്ലാമിന്റെ ജ്ഞാന സമ്പാദന രീതി ഇവിടെ അപൂർവങ്ങളായ ധാരാളം അറിവുകൾ ശേഖരിക്കുക എന്നതല്ല, മറിച്ച് പഠിക്കുന്നത് ആ വിദ്യാർത്ഥിയിൽ ഉപകാരപ്രദമായിരിക്കണമെന്നതാണ്. അതിലൂടെ വിദ്യാർത്ഥിക്ക് തന്റെ സ്വഭാവത്തിലും ആത്മീയ വികാസത്തിലും മാറ്റങ്ങൾ പ്രതിഫലിക്കാൻ സാധിക്കുന്നു. ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, ഒരു അധ്യാപകനുമായിട്ട് നേരിട്ട് വ്യക്തിബന്ധം പുലർത്തുമ്പോൾ ആ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന സ്വഭാവ ഗുണങ്ങൾ അത് വളരെ ദൃഢമുള്ളതും രൂഢമുള്ളതുമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പള്ളി ദർസിൽ പഠിച്ചവർ ആത്മീയ പരിവർത്തനത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പള്ളി ദർസിലെ പഠനം കേവലം ഭാഷാ വിജ്ഞാനത്തിലോ ഫിഖിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തസവുഫ്, ഭൂമിശാസ്ത്രം, കർമ്മശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയ നാനാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. കേരള മുസ്ലിം നവോത്ഥാന മുന്നേറ്റത്തിന് പള്ളി ദർസുകൾ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നീട് പള്ളി ദർസുകൾക്ക് ഒരു കേന്ദ്രീകൃത സ്വഭാവം കൊണ്ടുവന്നത് പൊന്നാനിയിലെ മഖ്ദൂമുമാർ കൊണ്ടുവന്ന സിലബസിലൂടെയാണ്. അത് പിന്നീട് പിൽക്കാലത്ത് വളരെയധികം സ്വാഗതാർഹം തന്നെ ആയി മാറുകയാണ് ചെയ്തത്. ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അധികവും ഉന്നം വെക്കുന്നത് നമ്മുടെ പാഠശാലകളെ തന്നെയാണ്. കാരണം ഇസ്ലാമിക പാഠശാലകളിൽ നിന്ന് ഉയർന്നു വന്നവർ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയിട്ടുള്ളത്. പക്ഷേ അത്തരം പ്രതിരോധങ്ങൾ കൊണ്ട് കെട്ടുപോകുന്ന ഒന്നായിരുന്നില്ല ഇസ്ലാമിക നവോത്ഥാനം. കാരണം ഖുർആൻ പറയുന്നുണ്ട്, വഇദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലിതുബയ്യിനഹു ലിന്നാസി വലാ തക്തുമൂനഹു. വിദ്യ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കും അത് തലമുറകളിലേക്കും നൽകാണ് ഉള്ളതിനാൽ അത് ബോധപൂർവം ഒരാൾ മറച്ചു വെച്ചാൽ അത് വളരെ തെറ്റാണ് എന്നാണ് പറയുന്നത്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ അധ്യാപനം നടത്തിയതും. ഒരുപാട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ശത്രുക്കളാൽ ചൊട്ടുകരിക്കപ്പെട്ടെങ്കിലും ഇസ്ലാമിക വൈജ്ഞാനം തല ഉയർത്തി തന്നെ നിന്നത്. ആയതിനാൽ മതനവീകരണവാദികൾ എത്ര ശ്രമിച്ചാലും വൈജ്ഞാനിക നവോത്ഥാനം മുന്നേറ്റം തുടരുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസീകും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെത്തുന്നു ലെറ്റർ ജെ. വിഷയം
ജനാധിപത്യ രാജ്യത്തെ മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുന്നു. വിഷയം: മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദ് അവറുകൾ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതാലിം സുഹൃത്തുക്കളെ, സയ്യിദന്മാരെ, വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാനി ഫെസ്റ്റ് 2024 പ്രൗഢമായ ഈ വേദിയിൽ മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുന്നുവോ എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കാൻ അവസരം നൽകിയതിൽ ജഗനിയന്ത്രിതാവായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ജനാധിപത്യ രാജ്യം പൗരനോട് ഏറ്റവും സമന്വയ നിലപാട് പുലർത്തേണ്ട ഒരു ഭരണകൂടത്തിന്റെ നീതിയില്ലാ പുലർച്ചകളെ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 24-ന് രാജ്യതലസ്ഥാനത്ത് 500 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയിൽ സർവേ നടക്കുകയാണ്. സ്വാഭാവികമായും സർവേ ഉദ്യോഗസ്ഥർ മാത്രം ഒത്തുകൂടേണ്ട ഒരു സ്ഥലത്തേക്ക് സംഘപരിവാറിന്റെ കുഞ്ഞാടുകൾ ആക്രോശം മുഴക്കി വരുന്നുണ്ട്. തുടർന്ന് സംഘർഷം രൂപപ്പെടുന്നു. പോലീസിന്റെ വെടിയുണ്ടകളാൽ 4 ജീവനുകളാണ് അന്നവിടെ പൊലിഞ്ഞു പോയത്. ഒരു ജനാധിപത്യ രാജ്യം മതങ്ങളോട് നൽകേണ്ട പരികൽപ്പനകൾക്ക് എന്ത് വിലയാണ് ഭരണകൂടം നൽകുന്നത് എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ഫാസിസത്തിന്റെ കിരാതകരങ്ങളാൽ തകർക്കപ്പെട്ട ബാബരി മുതൽ രാജ്യത്ത് ഇന്നോളം ഉയർന്നു കേട്ടത് 1 ഡസനോളം വരുന്ന മുസ്ലിം പൈതൃക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വിവാദ പരാമർശങ്ങളാണ്. അതുകൊണ്ടൊന്നും തീരാതെ പോകുന്ന ഏക സിവിൽ കോഡിൽ തുടങ്ങി രാജ്യത്തെ പിടിച്ചു കുലുക്കാൻ മാത്രം ശേഷിയുള്ള പൗരത്വ ഭേദഗതി ബില്ല് വരെ ഭരണകൂടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെറിയുടെ യാത്ര ഇന്ന് വഖഫ് ഭേദഗതിയിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. ചരിത്രം പ്രഹസനമായി ആവർത്തിക്കുമെന്ന് പറഞ്ഞത് കാൾ മാർക്സ് ആണ്. ഗുജറാത്തിലെ കലാപാന്തരീക്ഷങ്ങളൊന്നും ഇന്ത്യ അത്ര വേഗം മറന്നു പോകുന്ന ഒന്നല്ല. കാലങ്ങൾക്ക് ശേഷവും അതിന്റെ ബാക്കിയായ ഇരകളെ വരെ ഇവിടെ വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നെല്ലാം എത്ര ആഘാതങ്ങളെയാണ് നമ്മുടെ രാജ്യം കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ടും പശുക്കടത്ത് ആരോപിച്ചുകൊണ്ടും RSSന്റെ ഗുണ്ടവരികൾ ഇവിടെ കൊന്നു തീർത്തത് ഡസൺ കണക്കിന് മനുഷ്യ ശരീരങ്ങളെയാണ്. നമ്മൾ അറിയാതെ പോകുന്ന ദളിതർക്ക് നേരെയുള്ള പീഡനങ്ങളെ കുറിച്ച് ആരാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? മണിപ്പൂരിലെ തമ്മിൽ തല്ലുന്ന കഥാപാത്രങ്ങളും മുനമ്പം വിഷയത്തിലെ ക്രിസ്തീയ ആക്രോശങ്ങളും സംഘപരിവാറിന്റെ പുതിയ സംഭാവനകളാണ് എന്നതാണ് വസ്തുത. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരത്തിന് ഉടനീളം മതവെറിയുടെ ആശയത്തെ കാർക്കിച്ചു തുപ്പാൻ BJPയുടെ നേതാക്കന്മാർ ഉത്സാഹം കണ്ടത് ഫാസിസം അത്രയേറെ വളർന്നിട്ടുണ്ട് എന്നതിന്റെ പ്രതിധ്വനികളാണ്. നമുക്കറിയാം, വിദ്വേഷ പ്രചാരണത്തിന്റെ പുതിയ മുഖമായിരുന്നു ദ കേരള സ്റ്റോറി. ഇല്ലാന്നുണകളെ കെട്ടുകഥകളാക്കി ഇന്ത്യയിലെ കവലകളെ പ്രക്ഷുബ്ധമാക്കുക എന്നത് അവരുടെ അജണ്ടയായിരുന്നു. കാശ്മീരിൽ നാം അത് കണ്ടവരാണ്. മതവിദ്വേഷങ്ങൾക്കെതിരെ നിയമ നടപടിയെടുക്കേണ്ട ജുഡീഷ്യറിയുടെ വിശ്വസ്തത നഷ്ടപ്പെടുന്ന തരത്തിൽ ഉത്തരവുകൾ ഇറക്കുന്നത് നീതിപീഠം പോലും സർക്കാരിന്റെ പാവകളായി വർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 4ാമത് അനുച്ഛേദത്തിൽ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ പ്രദാനം ചെയ്യുന്നത് മതപരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവകാശത്തെയാണ്. നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഓരോ പൗരനും മൗലികാവകാശങ്ങൾ അതിപ്രധാനമാണ്. അതിനെ ഹനിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും സാധ്യമായ ഒന്നല്ല. വൈവിധ്യങ്ങളായ മതങ്ങളെ അവരുടെ സ്വസ്ഥതയിൽ ജീവിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. മതപരമായ ആചാരങ്ങളിൽ കൈകടത്താൻ അധികാരമില്ലാത്ത ഭരണകൂടത്തിനിക്ക് എങ്ങനെയാണ് ജുമയുടെ പ്രസംഗത്തിൽ നിലപാട് സ്വീകരിക്കാനാകുന്നത്? വിദ്വേഷങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടതുണ്ട്. മതവെറി തീർക്കുന്ന ഭരണകൂടത്തെയല്ല നമുക്ക് ആവശ്യം. തീർത്തും ക്രിയാത്മകമായ രാജ്യത്തിന്റെ ഭാവി വളർച്ചയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണ നിർവഹണം ഇവിടെ സാധ്യമാക്കേണ്ടതുണ്ട്. ഫാസിസ്റ്റ് അജണ്ടകൾക്കെതിരെ നീതിപീഠം ശക്തമായി നിലകൊള്ളേണ്ടതുണ്ട്. അങ്ങനെ ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യത്തിന് വേണ്ടി നാം കൈകോർക്കേണ്ടതുണ്ട് എന്ന വാക്കുകളോടെ എന്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വസീക്കും ബിദ്ദുആ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലെത്തുന്നു ലെക്ചർ കെ. വിഷയം: മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുന്നുവോ? ശ്രദ്ധിക്കുക. ഈ സോൺ ആൻഡ് എഫ് സോൺ വാഴ്ന്ന മത്സരം പ്രധാന വേദിയിൽ ഉടൻ ആരംഭിക്കുന്നു.
മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം അവരുടെ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദ് അവറുകൾ, മറ്റു മുത്തഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭാവി സുരക്ഷയെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക കാലത്ത് ഏറെ പ്രസക്തി ആർജിക്കപ്പെട്ട വിഷയമായ മതവെറിയുടെ കൂട്ട് ജനാധിപത്യ രാജ്യത്തെ മുറിവേൽപ്പിക്കുമെന്ന ശീർഷകത്തെ അടയാളപ്പെടുത്തി 2 വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് നിർത്താം. നാം തൗഫീഖ് നൽകുമാറാകട്ടെ. മതവെറിയുടെ കൂട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രചോദനാത്മകമായ ആശയത്തെ മുറിവേൽപ്പിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടം. വാസ്തവത്തിൽ ജനഹിതമനുഷ്യ ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാതി ദർശനത്തെ കൂടി ഇവർ തകിടം മറിക്കുന്നു. സർവ്വമതങ്ങളും സമാപനയോടെ കാണുന്നതും സഹിഷ്ണുതയുള്ള രാജ്യത്തെ സങ്കോചിതമായി ഹിന്ദു രാഷ്ട്രമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അവകാശങ്ങളെ ഒഴിവാക്കുന്ന സ്ഥിതിവിവേചനമാണ് ഇന്ത്യയിൽ സംജാതമായിട്ടുള്ളത്. മതനിരപേക്ഷതയെ ഇപ്പോഴും വിശ്വസിക്കുന്നവർ തീവ്ര ഹിന്ദുത്വ വീഴ്ചയിലേക്കും താങ്കളെയും 2ാം തരം പൗരന്മാരാകുമെന്നാണ് ആശങ്കപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്നു ജുഡീഷ്യറി ആയിരുന്നു. ആ പ്രതീക്ഷകളും ഇനി കൈവിടുകയാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് അവർ പൊളിച്ചടക്കിയത്. അതിനെതിരെ പ്രതികൾക്ക് അനുകൂലമായിട്ടായിരുന്നു അന്നും സുപ്രീം കോടതി വിധി എഴുതപ്പെട്ടത്. ഭരണഘടനയിലിരിക്കുന്നവരുടെ കൂത്താട്ടവും മനുഷ്യന്റെ മതത്തിന്റെ പേരിലും വർഗീയത്തിന്റെ പേരിലും സ്വന്തം ജന്മാവകാശം എന്ന നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമായിരുന്നു അവർ NRSS കൊണ്ടുവന്നത്. മറിച്ച് ഒരു രാജ്യത്തിന്റെ പൗരത്വത്തെ നിലനിർത്താനില്ല. എന്നാൽ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് കൂട്ടണക്കാൻ പറ്റുന്നതായിട്ടൊന്നും തന്നെയില്ല എന്നുള്ളതാണ്. സംസ്കാരമായിട്ടും ജാതിയായിട്ടും മതമായിട്ടും വർഗമായിട്ടും എന്നീ തുടങ്ങി നരവസ ഘടകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യക്കാർക്ക് ബാധകമായിട്ടൊന്നും തന്നെയില്ല എന്നുള്ളതാണ്. ഒരുപോലത്തെ വസ്ത്രരീതിയോ ഭക്ഷണ രീതിയോ പങ്കുവെക്കുന്നവരില്ല. എന്നാൽ പാർലമെന്റിൽ 50%-ലധികവും സവർണ ഹൈന്ദവ വിഭാഗത്തിൽ പെടാത്ത വിധത്തിൽ വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അംബേദ്കർ ഇന്ന് കേരളത്തിലേക്ക് അധികം ജനസംഖ്യ മുസ്ലിമീങ്ങൾ ഉത്തർപ്രദേശത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരാൾ പോലും പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭകാരി എന്നോ സ്വതന്ത്ര സമര നേതാവെന്നോ വിളിക്കാൻ പറ്റുന്ന ബാലഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സ്വതന്ത്ര പാഠം നിലനിൽക്കുമ്പോൾ അദ്ദേഹമൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റണമെന്നായിരുന്നു. ദേശീയ ഭാവനയിലെ പൈശ്യ രാജാവിനെ പോലെയും മംഗൾ പാണ്ഡയെപ്പോലെയും കാഞ്ചി റാണിയെപ്പോലെയും മധ്യകാലത്ത് ഏറിയും കുറഞ്ഞും തങ്ങളുടെ രാജ്യാധികാരങ്ങളെ ഉപേക്ഷിച്ചായിരുന്നു അവർ ഇന്ത്യയിലേക്ക് ലയിച്ചത്. തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ പലവരും ജയിക്കുന്നു, തോൽക്കുന്നു, പാർലമെന്റിലേക്ക് എത്തുന്നു, ബില്ലുകൾ പാസ്സാക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് കഥളായി മാറുന്നില്ല. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഫ്രസ്റ്റിസ്റ്റേറ്റായി പ്രവർത്തിക്കുന്നവർ എന്നുള്ളതാണ്. അവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും അഭിമുഖീകരിക്കേണ്ടതും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതും ഇവർ തന്നെയാണ്. ഇത് ജനഹിതം അനുസരിച്ച് തന്നെയാണോ എന്നും ഉറപ്പാക്കേണ്ടത് ഇവർ തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടിനെ പരിക്കേൽക്കാത്ത കാലത്തോളം നമ്മളുടെ ഭാവി സുരക്ഷമാണ്. അതുകൊണ്ട് നാം എല്ലാവരും നല്ലൊരു ഭാവിയെ നെയ്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വാഹിർദാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. The last good literature.